ഇതാ കൃഷ്ണ കൃഷ്ണ. ആ വീട്ടുടമസ്ഥൻ വന്നിട്ടുണ്ട്. ഇന്ന് വാടക വാങ്ങാതെ പോവില്ല ഞാൻ. ആ പയ്യൻ എന്റെ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല. എന്റെ പൊന്നു ചേട്ടത്തി, എപ്പോഴും ഇങ്ങനെ ടെൻഷൻ ആയിരുന്നാ മതിയോ? സന്തോഷായിരുന്നൂടെ? ഈ മതിയാ, ഇനി കൂടുതലൊന്നും പറയല്ലേ. ഓ ആ രക്ഷപ്പെട്ടു. കഥവ് പൂട്ടിയിട്ടില്ല, അകത്ത് ആളുണ്ട്. കഥവ് തുറന്നേ. ഇന്ന് നീ പെട്ടു. ഇനി എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല. ഒന്നുകിൽ വാടക കൊടുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. നിനക്ക് ആരെ വേണമെങ്കിലും പറ്റിക്കാം, പക്ഷെ എന്നെ ഒരിക്കലും നിനക്ക് പറ്റിക്കാൻ പറ്റില്ല. ഇന്ന് രണ്ടിലൊന്നും അറിയാതെ ഞാൻ പോവില്ല ഇവിടുന്ന്. ഈ വഴി നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് അറിയണം. എത്ര നേരം നീ റൂമിനുള്ളിൽ തന്നെ ഇരിക്കും? രാത്രി 12 മണിയായാലും ഞാൻ ഇവിടെ തന്നെ കാണും. എപ്പോഴെങ്കിലും നിനക്ക് പുറത്തിറങ്ങിയല്ലേ പറ്റൂ. വേസ്റ്റ്. അവൻ അപ്പോഴേ പുറകെ പൈപ്പ് വഴി ഇറങ്ങി ഓടി. ചേട്ടത്തി, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ച് പ്രഷർ കൂട്ടണ്ട. ഈ സാമ്പാറും കൂടി. അതിരിക്കട്ടെ, നിങ്ങൾ വാടക തന്നോ? ഞാൻ നേരത്തെ തന്നല്ലോ. സ്റ്റാർട്ട്. സോറി മോനെ, നിനക്ക് ലക്കില്ല. നീ എല്ലാത്തിനും ഫസ്റ്റ് ആയിരുന്നു, പക്ഷെ മെഡിക്കൽ ഫിറ്റ് അല്ല. നെക്സ്റ്റ് ടൈം നോക്കാം. കഴിവുള്ളത് നല്ല തന്നെ. ഇവിടെ ശുപാർശയുള്ളവരെ പരിഗണിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആരുടെങ്കിലും റെക്കമെൻഡുമായിട്ട് വാ. നാലുമഴ പൂ തന്നെ. കുങ്കുമം ഒന്നുമില്ലട കണ്ണ, കുടിവെള്ള പദ്ധതിയുടെ കാര്യ. കാശെടുക്കടാ. 2 ദിവസം മുമ്പല്ലേ നിങ്ങൾ വേറെ പിരിവെന്ന് പറഞ്ഞ് വന്ന് മേടിച്ചോണ്ട് പോയത്? യോ, പൈപ്പ് ഇട്ടാലേ വെള്ളം കിട്ടുള്ളൂ. ആളെ കണ്ടില്ലേ? കട ഇവിടെ വേണോ അതോ വേണ്ടയോ? എടാ താടാ പൈസടാ. റെസിപ്റ്റ് വേണോ? ആ ഇവനൊക്കെ എന്താടി കാണിച്ചിട്ട് പോകുന്നത്? എന്താ മക്കളെ, ഷോക്കായോ? ഇത് പുതുമയൊന്നുമല്ല, എല്ലായിടത്തും ഇതുപോലെ തന്നെയാ നടക്കുന്നത്. ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാ. ഇങ്ങനെ പിരിക്കുന്ന പണം പകുതി ഇവർക്ക്, ബാക്കി പൈസ മന്ത്രിമാർക്കും പറ്റും. സോ നൈസ്. എന്താ സാർ, പ്രതിപക്ഷത്തുള്ള ആരും ഇത് ചോദ്യം ചെയ്യാനോ നിൽക്കില്ലേ? എങ്ങനെ ചോദിക്കാനാ മോനെ? ജനങ്ങൾക്ക് ഒരു താല്പര്യമില്ല, ഞങ്ങൾക്ക് മാത്രം താല്പര്യം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? മോനെ, ഞാൻ തന്നെ 4 പ്രാവശ്യം ഇവർക്കെതിരായിട്ട് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. ഇവരുടെ അനീതിയെ പറ്റിയേ ഞാൻ തൊണ്ട കീറി സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രയോജനമില്ല. എന്നിട്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് പിന്നെയും അവരെ തന്നെയല്ലേ ജയിപ്പിക്കുന്നേ. നിങ്ങളൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ, ഇപ്പൊ ഇതൊന്നും മനസ്സിലാവില്ല. നാളെ പഠിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകുമ്പോ നാടിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല. നാട്ടുകാർ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചോളും. എന്തിനാ ഇവിടെ ജനിച്ചെന്ന്. സൈലൻസ്, സൈലൻസ്. മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കോളേജിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യം പറയട്ടെ. സാർ അപ്പൊ ഇവിടുന്ന് പോകാൻ പോവാണോ? അതെ. നോൺസെൻസ്. നമ്മുടെ കോളേജിന്റെ സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷൻ വരുന്ന 18-ാം തീയതി നടത്താനാണ് കോളേജ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ നൽകണമെന്ന് താല്പര്യമുള്ള സ്റ്റുഡൻസ് നാളെ മുതൽ
നോമിനേഷൻ ഫയൽ ചെയ്ത് തുടങ്ങാം. Vote for Satyamurthy. Vote for Satyamurthy. Vote for Satyamurthy. Vote for Satyamurthy. Vote for സത്യമൂർത്തി ചെയ്യ് ചേച്ചി വോട്ട്. സത്യമൂർത്തിയുടെ പേരിൽ 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 ചെയ്യു ചേച്ചി വോട്ട്. സത്യമൂർത്തിയുടെ പേരിൽ ചെയ്യ് ചേച്ചി വോട്ട്. സത്യമൂർത്തിയുടെ പേരിൽ ഹേയ് ചെയ്യ് ചേച്ചി വോട്ട്. സത്യമൂർത്തിയുടെ പേരിൽ അപ്പോ ആ ഏ? ജയിച്ചല്ലോ ജയിച്ചല്ലോ സത്യമൂർത്തി ജയിച്ചല്ലോ 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 സത്യമൂർത്തി ജയിച്ചല്ലോ 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 സത്യമൂർത്തി ജയിച്ചല്ലോ പുതുപ്പണക്കാരെല്ലാരും അർദ്ധരാത്രിയിൽ കൊട പിടിക്കും. ഇയാൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ലടാ. ഇങ്ങനെ വിചാരിച്ചാ ഈ നഗരം തന്നെ മാറ്റിമറിക്കാൻ പറ്റും. അത്ര വലിയ ആളാണോ ആ അതെ, അതുകൊണ്ടല്ലേ അയാളത്തേക്ക് വന്നേ. ഡി നിനക്ക് പൈസ കിട്ടിയായിരുന്നു വന്നടി. രാമകൃഷ്ണനല്ലേ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സർ. ശരി സർ. ആ ആ സാർ, കോളേജ് ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. നീ ജയിക്കണോ അതോ ഇലക്ഷനെ ഇല്ലാണ്ടാക്കണോ? ഞാൻ ജയിക്കണം. ജയിച്ചിരിക്കും. ഓ താങ്ക് യു സാർ. വരട്ടെ ആ സാർ. ഞാൻ പറഞ്ഞാലും ഓർമ്മയില്ലേ? കറക്റ്റായി പോയി ചെയ്യും. എത്ര നേരമായി നിൽക്കുന്നുല്ലേ? എടാ, ഇവരെല്ലാം സ്റ്റുഡൻസ് ആണോ? ഇതൊക്കെ ചിട്ടിയുടെ ആൾക്കാരാ. ഈ ഇലക്ഷനിൽ എങ്ങനെയൊക്കെ ജയിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുക. അങ്ങ് നടക്കടോ. എന്റെ പൊന്നമ്മണിക്കുഞ്ഞെ, കുറച്ച് പുകലിങ്ങതാ. അവന്മാരെന്താ കാണിക്കുന്നത്? വന്നേ. എടാ, നിന്നെ നിൽക്കാൻ പോയി ചോദിക്കാൻ. അടിയുണ്ടാക്കാൻ ഇറങ്ങിയ പ്രിൻസിപ്പൽ ഇലക്ഷൻ ക്യാൻസൽ ചെയ്യും. വേറെ എന്തെങ്കിലും വഴി ആലോചിക്കണം. നമസ്കാരം. ഈ വലിയ ചേട്ടനെതിരെ ജ്യൂസ് കൊടുക്ക്. വലിയ ആളാ. 3rd BSc മാത്തമാറ്റിക്സ്. കൊച്ചേട്ടൻ 2nd BA എക്കണോമിക്സ്. എടുത്ത് കൊടുക്കടാ. താങ്ക് യു. ആഹാ. അക്ക ABC. ABCയോ? ഞാൻ വിചാരിച്ചു BSc ആയിരിക്കുമെന്ന്. എടുത്ത് കൊടുക്ക്. ദാ, നീ കണ്ടില്ലത്? നാണമില്ലാത്ത ആണുങ്ങൾക്കെല്ലാം നീ കൊടുക്കണം. പെൺപിള്ളേർക്കെല്ലാം ഞാൻ കൊടുത്തോളാം. ബ്രദർ മോളെ ബ്രദറോ? എന്റെ പെണ്ണിനെ മോളെപ്പോലെ തന്നെയുണ്ട്. നീ അവരെ നോക്കിയടാ. അവരങ്ങോട്ട് മാറിയില്ലേ ഇപ്പോ? എടാ, എന്താ? നമുക്കെതിരെ വോട്ട് ചെയ്യാൻ വന്നിരിക്കണോ നീ സർവത്ത് കൊടുക്കുന്നേ? എന്ത് പരിപാടിയാടാ? സർവത്ത് തന്നെയാണ് ജെന്റിൽമാനെ. പക്ഷെ ആ സർവത്തിനകത്ത് എന്താ കരക്കെന്നറിയോ? അധികം ഒന്നുമില്ല. ഒരു ബോട്ടിൽ, ഒരേ ഒരു ബോട്ടിൽ. വയറിളക്കത്തിനുള്ള മരുന്ന് പെർഗുളാക്സ്. അയ്യോ അയ്യോ എവിടെയാടെ ടോയ്ലറ്റ്? എവിടെ ടോയ്ലറ്റ് ഒന്നും ഇവിടെ ഇല്ലടേ. കോളേജിൽ ഒരു ടോയ്ലറ്റ് കെട്ടിക്കൂടെ? അയ്യോ ചേട്ടാ, ഒരു ഒഴിക്കാൻ പറ്റുന്നില്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. Mr. R. Satyamurthy, 3rd year BSc, has been selected as the chairman of this college.